ഇപ്പോൾ ഗവർണർ പുറത്തേക്ക് സെനറ്റ് ഹാളിന് പുറത്തേക്ക് അദ്ദേഹം ഇറങ്ങുമ്പോൾ പ്രതിഷേധം ഉണ്ടായേക്കാം. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ പോലീസിന്റെ വലയത്തിലൂടെ ഇപ്പോൾ ഗവർണർ അദ്ദേഹത്തിന്റെ കാറിലേക്ക് കയറുകയാണ്. വലിയ പ്രതിഷേധം എസ്എഫ്ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കനത്ത സുരക്ഷാ സന്നാഹത്തിലൂടെയാണ് ഗവർണർ തിരികെ പോകുന്നത്. സർവകലാശാല കവാടത്തിൽ അനന്തൻ ഗവർണർ ഇപ്പോൾ പരിപാടി കഴിഞ്ഞ് തിരികെ മടങ്ങുകയാണ്. ഈ സമയത്ത് പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യത എത്രമാത്രമാണ്? എസ്എഫ്ഐ പ്രവർത്തകരും മറ്റ് സംഘടനകളുടെ പ്രവർത്തകരും ഒക്കെ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് എവിടെയാണ്? ഗവർണറുടെ വാഹന വ്യൂഹത്തിന് അല്ലെങ്കിൽ ഗവർണറുടെ വാഹനത്തിന് എത്ര അകലെയാണ്? അഭിലാഷ്, ഗവർണർ മടങ്ങുകയാണ് പ്രധാന കവാടത്തിലേക്ക്. സർവകലാശാലയുടെ പിൻവശത്തുകൂടിയാണ് ഇപ്പോൾ ഗവർണർ റൂട്ട് ഒരുക്കിയിരിക്കുന്നത്. പ്രധാന കവാടം ഇനി പിൻവശത്തൂടെ പോകുമ്പോൾ പ്രധാന കവാടത്തിലൂടെയാണോ ഗവർണറെ കൊണ്ടുപോവുക എന്നുള്ള കാര്യം വ്യക്തമല്ല. കാരണം ഈ റൂട്ടിൽ പോയാൽ പിൻവശത്ത് മറ്റൊരു ഗേറ്റ് കൂടിയുണ്ട്. ഗവർണറുടെ റൂട്ട് മാറ്റിയിരിക്കുന്നു. നേരെ പ്രധാന കവാടത്തിലേക്ക് പോകേണ്ടതിന് പകരം ഇപ്പോൾ പിൻവശത്ത് സർവകലാശാല ചുറ്റി പിൻവശത്തൂടെയാണ് ഗവർണറുടെ വാഹനം ഇപ്പോൾ കടന്നു പോകുന്നത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ പ്രധാന കവാടത്തിൽ എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട്. അവിടെ വലിയ ബാനറൊക്കെ ഉയർത്തി എസ്എഫ്ഐ പ്രവർത്തകർ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കവാടം ഒഴിവാക്കി ഗവർണറെ സുരക്ഷിതമായി ആ പ്രതിഷേധത്തിന്റെ മുന്നിൽ പെടുത്താതെ ഗവർണറെ ഈ സർവകലാശാലയുടെ പിൻവശത്തു കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടേക്ക് പ്രവർത്തകർ ഓടിയെത്താനുള്ള സാധ്യതയില്ല. അവിടെ പോലീസ് വലിയ വലയം പ്രധാന കവാടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രവർത്തകരെ പൂർണ്ണമായും വലയത്തിനുള്ളിലാക്കിയിട്ടുണ്ട്. ഏതായാലും സർവകലാശാല ക്യാമ്പസിൽ നിന്ന് ഗവർണറെ റൂട്ട് മാറ്റിയാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. സർവകലാശാലയുടെ പിൻവശത്തുകൂടി വശത്തുകൂടിയുള്ള ഗേറ്റ്, ആ ഗേറ്റ് വഴിയാണ് പ്രധാന കവാടം ഒഴിവാക്കുകയാണ് പോലീസ്. ഇപ്പോൾ എസ്എഫ്ഐയുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു റൂട്ട് മാറ്റം. ഏതായാലും അവിടെ ഇപ്പോൾ ആ വാഹനവ്യൂഹം ആ ഗേറ്റിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അവിടെ ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രവർത്തകരുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും പ്രധാന കവാടം ഒഴിവാക്കിയിരിക്കുന്നു. സർവകലാശാലയുടെ പ്രധാന കവാടം ഒഴിവാക്കി ഈ സാധാരണ സർവകലാശാലയുടെ ഒരു പാർക്കിംഗ് മേഖലയുണ്ട്. ആ മേഖലയിലേക്ക് വരുന്ന ഗേറ്റിലൂടെയാണ് ഇപ്പോൾ ഗവർണറെ പുറത്തേക്ക് രാജ്ഭവനിലേക്ക് പോകാനായി കൊണ്ടുപോകുന്നത്. ഗവർണർ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പ്രധാന കവാടത്തിൽ എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാതിരിക്കാൻ ഗവർണറെ മറ്റൊരു വഴിയിലൂടെയാണ് കൊണ്ടുപോയത്. ഇപ്പോൾ AKG സെൻറ്ററിൻ്റെ ആ വശത്തേക്കാണ് ഇപ്പോൾ ഗവർണറുമായി പോയിരിക്കുന്നത്. സാധാരണഗതിയിൽ രാജ്ഭവനിലേക്ക് പോകാൻ ഗവർണറുമായി MLA ഹോസ്റ്റലിൻ്റെ വശത്തേക്കാണ് പോകേണ്ടത്. ആ വഴി ഒഴിവാക്കി ഗവർണറെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വഴിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പൂർണ്ണമായും രാജ്ഭവനിലേക്കുള്ള റൂട്ട് മാറ്റിയിരിക്കുന്നു. ഈ റോഡിലും രാജ്ഭവനിലേക്ക് പോകുന്ന വഴിയിലുമൊക്കെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പൂർണ്ണമായും ഗവർണറുടെ റൂട്ട് മാറ്റി ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. പ്രധാന കവാടത്തിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. ആ പ്രതിഷേധത്തിന്റെ സമീപത്ത് പോലും ഗവർണറെ എത്തിക്കാതെയാണ് പോലീസ് റൂട്ട് അറേഞ്ച് ചെയ്തത്. ഏതായാലും സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ഏതാണ്ട് 1.25 മണിക്കൂറോളം ഗവർണർ പങ്കെടുത്തു. പ്രസംഗം നടത്തി. ഏതാണ്ട് 20 മിനിറ്റിലധികം അദ്ദേഹത്തിന്റെ പ്രസംഗം നീണ്ടു. ആ പ്രസംഗത്തിന് ശേഷമാണ് ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴും SFI പ്രവർത്തകരുടെ പ്രതിഷേധം ഗേറ്റ് പ്രധാന കവാടത്തിൽ നടക്കുകയായിരുന്നു. ആ ഒരു പ്രതിഷേധത്തിന്റെ മുന്നിലേക്ക് അവിടെ വലിയ ഒരു ഫ്ലെക്സും ഒക്കെ ബാനറും ഒക്കെ തയ്യാറാക്കിയിരുന്നു. അതിന് സമീപത്തേക്ക് പോകാത്ത രീതിയിലാണ് ഗവർണറുടെ റൂട്ട് ഒരുക്കിയത്. ഏതായാലും ഗവർണർ സർവകലാശാല കോമ്പൗണ്ട് വിട്ടിരിക്കുന്നു. രാജ്ഭവനിലേക്കുള്ള റൂട്ടും പൂർണ്ണമായും പോലീസ് മാറ്റിക്കഴിഞ്ഞു. ഒരു പക്ഷേ ഈ സർവകലാശാല